ഫെബ്രുവരി 2020 ആൻസർ ഒക്കെയാണ് സെറ്റിന്റെ ആൻസർ ഒക്കെയാണ് പൊളിറ്റിക്കൽ സയൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 33 തൊട്ട് ക്വസ്റ്റ്യൻ നമ്പർ 33 തൊട്ടിട്ടുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ സെക്കൻഡ് മിന്നോബ്രൂക്ക് കോൺഫറൻസ് വാസ് ഓർഗനൈസ്ഡ് ഇൻ. മിന്നോബ്രൂക്ക് കോൺഫറൻസ് ഓർഗനൈസ് ചെയ്തത് വർഷം എന്താണ്? ടഫാണ് ക്വസ്റ്റ്യൻ. ഉത്തരം 1988. 34ാമത്തെ ചോദ്യം, വിച്ച് among the following is not the principles of പഞ്ചശീൽ? പഞ്ചശീല തത്വത്തിന്റെ പ്രിൻസിപ്പിൾ അല്ലാത്തത്? മ്യൂച്വൽ നോൺ അഗ്രഷൻ, പീസ്ഫുൾ ട്രേഡ്, പീസ്ഫുൾ കോഎക്സിസ്റ്റൻസ്, ഇക്വാലിറ്റി ആൻഡ് കോപ്പറേഷൻ. ഉത്തരം വരുന്നത് സി ആണ്, പീസ്ഫുൾ ട്രേഡ്. അത് അല്ല അതിനകത്ത്. ബാക്കിയൊക്കെ പഞ്ചശീല തത്വത്തിന് പെടുന്നതാണ്. 35, വിച്ച് ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് യൂണിഫോം സിവിൽ കോഡ്? യൂണിഫോം സിവിൽ കോഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇന്ത്യൻ ആർട്ടിക്കിൾ ആയത്? ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞ ആർട്ടിക്കിൾ. അതൊരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ വരുന്നതാണ്. അതിനകത്ത് ഇപ്പോൾ 35ാമത്തെ ഡി ആണ്. ആർട്ടിക്കിൾ 44 ആണ്. ആർട്ടിക്കിൾ 44. 36ാമത്തെ ചോദ്യം അസേഷൻ റീസൺ ആണ്. അസേഷൻ റീസൺ ആണ് ചോദ്യം ആയിട്ട് വരുന്നത്. നമുക്ക് നോക്കാം. അസേഷൻ, ഇന്ത്യ ഈസ് ദ സിഗ്നേറ്ററി ഓഫ് ടു NPT. റീസൺ, ഇന്ത്യ ഈസ് ഹാവിംഗ് പോളിസി ഓഫ് നോ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇന്ത്യ സിഗ്നേറ്ററി ഓഫ് NPT നോൺ പ്രൊളിഫറേഷൻ ട്രീറ്റിയിലെ സിഗ്നേറ്ററി അല്ല എന്നുള്ളതാണ് വാസ്തവം. അല്ല, ശരിയാണ്. അത് ശരിയാണ്. ഇതിന് രണ്ടും ട്രൂ ആണ്. ഇതിന്റെ എക്സ്പ്ലനേഷൻ ആണോ എന്നുള്ളതാണ് നമുക്ക് ഇനി നോക്കേണ്ടത്. അതിനകത്ത് ഉത്തരം 36ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ബി ആണ്. ബി എന്ന് പറയുന്നത് രണ്ടും ശരിയാണെങ്കിലും നോട്ട് എക്സ്പ്ലനേഷൻ, കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓക്കെ. അപ്പോൾ ഉത്തരം ബി ആണ് എന്ന് മനസ്സിലാക്കാം. 37ാമത്തെ ചോദ്യം, which among the following nations signed but not ratified CTBT Comprehensive Nuclear Test Ban Treaty? Which among the following nations signed but not നോട്ടിഫൈഡ്? നോട്ടിഫൈ ചെയ്യുക, സൈൻ ചെയ്ത് പക്ഷേ നോട്ടിഫൈ ചെയ്യാത്ത രാജ്യങ്ങളാണ് ഇന്ത്യ, ക്യൂബ, ജർമ്മനി ആൻഡ് ചൈന. അതിന് ഉത്തരം വരുന്നത് 37 ബി ആണ്, ചൈന. അതായത് CTBTയിൽ സൈൻ ചെയ്ത രാജ്യമാണ് ചൈന എന്നുള്ള കാര്യം നമുക്കിപ്പോൾ പുതിയ അറിവായിരിക്കും. ഇതൊരു പുതിയ അറിവാണ്. പക്ഷേ അത് നോട്ടിഫൈ അത് ശരി വെച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് അവർക്ക് ഈ പറയുന്ന ആണവ ബോംബ് ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതാണ് വാസ്തവം. 38, വാട്ട് ഈസ് ദ ടേം ഓഫ് ഹൗസ് ഓഫ് കോമൺസ് ഇൻ കാനഡ? വാട്ട് ഈസ് ദ ടേം ഓഫ് ഹൗസ് ഓഫ് കോമൺസ് ഇൻ കാനഡ? 38ാമത്തെ ചോദ്യത്തിന് ഉത്തരം വരുന്നത് ഡി ആണ്. ഡി എന്ന് പറഞ്ഞാൽ 5 ഇയേഴ്സ് ആണ്. ഹൗസ് ഓഫ് കാനഡ ഹൗസ് ഓഫ് കോമൺസിന്റെ കാലാവധി 5 വർഷമാണ്. 39, which among the following are an essential element of formation of political party? Strong leaders, uniting principles, organized people, aiming for power. പൊളിറ്റിക്കൽ പാർട്ടി രൂപീകരിക്കാനുള്ള ഇത് എന്താണെന്നുള്ളതാണ്. 39ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് സി ആണ്. 2, 3, 4 ഉള്ളിൽ. ഓർഗനൈസ്ഡ് പീപ്പിൾ, സിമിലാരിറ്റി ഇൻ പ്രിൻസിപ്പിൾസ്, എയിമിംഗ് ഫോർ പവർ. ഈ ഒരു 4 കാര്യങ്ങളാണ്. അതിനകത്ത് സ്ട്രോങ് കേഡർ വേണമെന്നില്ല. Who among the following is associated with the partition of Bengal? ബംഗാൾ ഹഡ്സൺ ബർഗ് ആണെന്ന് തോന്നുന്നു അല്ലെ? ബംഗാൾ വിഭജനത്തിൽ ഹഡ്സൺ ബർഗ്. 41, identify മേജർ പോസ്റ്റുലേറ്റ്സ് അസോസിയേറ്റ് വിത്ത് വാഷിംഗ്ടൺ കൺസെൻസസ്. വാഷിംഗ്ടൺ കൺസെൻസസുമായി ബന്ധപ്പെട്ടിട്ടുള്ള മേജർ പോസ്റ്റുലേറ്റ് ഏതാണ്? 41ാമത്തെ ചോദ്യത്തിൽ ബി ആണ്. ബി എന്ന് പറയുന്നത് പ്രൊട്ടക്ഷനിസം. ഒരു രാജ്യം മറ്റു രാജ്യത്തെ പ്രൊട്ടക്ട് ചെയ്യുക. അതായത് ഇപ്പം വാഷിംഗ്ടൺ കൺസെൻസസ് അനുസരിച്ച് നിങ്ങൾ ഒരു രാജ്യം, ദക്ഷിണ കൊറിയ ഇസ് പ്രൊട്ടക്റ്റഡ് ബൈ അമേരിക്ക ഫ്രം ദ ത്രെറ്റ് ഓഫ് ഫ്രോം അതർ കൺട്രി. അത് മറ്റു രാജ്യത്തിൽ ഒരു രാജ്യത്തെ വലിയ രാജ്യം സംരക്ഷണം എടുത്തതാണ് പ്രൊട്ടക്ഷനിസം പറയുന്നത്. അതാണ് ഈ പറയുന്ന വാഷിംഗ്ടൺ കൺസെൻസസിന്റെ ഒരു ഐഡിയ. 42ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് 42ാമത്തെ ചോദ്യം, which among the following case is closely associated with Article 21 of Indian Constitution? ആർട്ടിക്കിൾ 21 ജീവൻ സ്വത്തിന് അവകാശം കൊടുക്കുന്ന ഒരു ജീവൻ അവകാശം, ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേസാണ്. അത് ഏതാണ്? 42ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് എ ആണ്. മേനകാ ഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസാണ്. ജീവിക്കാനുള്ള അവകാശവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പം 4ാമത്തെ പാർട്ട് നമ്മൾ കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത എപ്പിസോഡിൽ